ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് വേറൊരു അടിപൊളി പിക്സൽ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ഗ്രിഡ് പാറ്റേൺ പേപ്പറുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഗ്രിഡ് പാറ്റേൺ പേപ്പറൊന്നും ഇല്ല എന്നുള്ളവർ സങ്കടപ്പെടേണ്ട. ഏതെങ്കിലും ഒരു ബുക്കോ പേപ്പറോ എടുക്കുക, എന്നിട്ട് ഇതുപോലെ കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഈ ഒരു ആർട്ടിലുണ്ടല്ലോ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചിത്രങ്ങൾ മുതൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഏതൊരു വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കും അടിപൊളിയായി വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ. വെറും ഒരൊറ്റ തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയടാ. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വരച്ചോളൂ കേട്ടോ. അത് ഈ ഒരു ആർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ് ഏകദേശം നമ്മളുടെ ചിത്രം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തന്നെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.